പാലക്കാട് മാത്തൂർ പഞ്ചായത്തിലെ തണ്ണീരങ്കാട് GJB സ്കൂളിന്റെ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്തു. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. ഷാഫി പറമ്പിൽ MLAയുടെയും രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയുടെയും ആസ്തി വികസന ഫണ്ടിൽ നിന്നും 3 ഘട്ടങ്ങളിലായി 1.32 കോടി രൂപ ചെലവഴിച്ചാണ് കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത്. 498 ചതുരശ്ര അടിയിലായി 2 നിലയിൽ ആയിട്ടാണ് കെട്ടിടം പൂർത്തീകരിച്ചിരിക്കുന്നത്. 2 ക്ലാസ് മുറികളും ഓഫീസ് മുറിയും വരാന്തയും സ്റ്റെയർകേസ് ടോയ്ലറ്റ് ബ്ലോക്കും അടങ്ങുന്നതാണ് ഗ്രൗണ്ട് ഫ്ലോർ. 1-ാം നിലയിൽ 3 ക്ലാസ് മുറികളും വരാന്തയും സ്റ്റെയർകേസും ടോയ്ലറ്റ് ബ്ലോക്കും ഉൾപ്പെട്ടിട്ടുണ്ട്. ക്ലാസ് മുറികളും ടോയ്ലറ്റും നൂതന സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തിയാണ് നിർമ്മിച്ചിരിക്കുന്നത്. മാത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രവിത മുരളീധരൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PR പ്രസാദ്, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നാദിറ ഇസ്മയിൽ, വാർഡ് മെമ്പർമാരായ അനിത കലാധരൻ, ഉദയപ്രകാശ്, ശശികല, ബബിത, ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ വിക്ടർ ഡേവിഡ് K, പഞ്ചായത്ത് സെക്രട്ടറി അബ്ദുൽ ഖാദർ, ഗോപകുമാർ, ശശികല, പ്രധാന അധ്യാപകൻ രമേഷ് കുമാർ, PTA പ്രസിഡന്റ് രമ്യ രാജു, PV അബ്ദുൽ ഖാദർ എന്നിവർ പങ്കെടുത്തു. മാത്തൂരിലൊക്കെ 10 ലക്ഷം എന്ന് പറഞ്ഞാൽ 31 ലക്ഷം രൂപയാണെന്ന് പിന്നീടാണ് എനിക്ക് മനസ്സിലായത്. 31 ലക്ഷം രൂപയുടെ അടുത്താണ് ഞാൻ MLA ആയതിനു ശേഷമുള്ള ഫണ്ടിൽ നിന്ന് ഈ സ്കൂളിന് വേണ്ടിയിട്ട് എൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് മാറ്റിവെക്കാൻ വേണ്ടി. എന്തായാലും അതൊക്കെ വലിയ സന്തോഷകരമായ കാര്യമാണ്. ഞാൻ ജനപ്രതിയാകുന്നതിന് മുമ്പ് അധ്യാപകനായിരുന്നു. അതുകൊണ്ട് ജനപ്രതിയായതിനു ശേഷമുള്ള പ്രധാനപ്പെട്ട ഫോക്കസുകളിലൊന്നും വിദ്യാഭ്യാസ മേഖല തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഈ സ്കൂളിന് 31 ലക്ഷം രൂപ നമുക്ക് അനുവദിക്കാൻ കഴിഞ്ഞു. അതുപോലെ തന്നെയാണ് ഒരു ദിവസം ഒരു ചാനലിലെ വാർത്ത വന്നു, നമ്മുടെ പല്ലഞ്ചത്തന്നൂർ സ്കൂള്. അതിൻ്റെ വളരെ ശോചനീയമായ അവസ്ഥ. കെട്ടിടം ചോർന്നൊലിക്കുക നമ്മൾ കേട്ടിട്ടുണ്ട്, ഉത്തരം ചോരുക നമ്മൾ കേട്ടിട്ടുണ്ട്. ഉത്തരം തന്നെ ഇടിഞ്ഞു തൂങ്ങിയ അവസ്ഥയിൽ പിന്നീട് പഞ്ചായത്തിന്റെ ക്രമീകരണത്തോടു കൂടിയിട്ടാണ് അടിയന്തര സൗകര്യങ്ങൾ ചെയ്തത്. പഞ്ചായത്ത് ഭരണസമിതി പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ ബന്ധപ്പെട്ടു. അപ്പോൾ നമ്മൾ ആ സ്കൂളിൽ പോയി സന്ദർശിച്ചതിന് ശേഷം അവിടെ ആദ്യഘട്ടമായി 50 ലക്ഷം രൂപ ആ സ്കൂളിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ മാറ്റിവെച്ചിട്ടുണ്ട്. സൗജന്യ വൈഫൈ കണക്ഷൻ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ഫ്രീ മോഡം ഇൻസ്റ്റലേഷൻ ചുമ്മാ. സത്യാടോ, എന്റെ വീട്ടിൽ ഈ കണക്ഷനാ. തന്നെയും വിശ്വാസമില്ല. അല്ല, കേരള വിഷൻ. കേരള വിഷനിലേക്ക് സ്വാഗതം. ഇപ്പോൾ വൈഫൈ കണക്ഷൻ എടുക്കാം ഫ്രീ ആയി.